ഏതോ സിനിമാ കമ്പനിക്കാർ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. ഷൂട്ടിങ്ങോ? എവിടെ? ആ സഹകരണ ബാങ്കിന്റെ മുൻവശത്ത്. ആരാ ഡയറക്ടർ? ഡയറക്ടർ സെക്യൂരിറ്റി കൊടുക്കാനോ പറഞ്ഞില്ലേ? സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി. എന്നാ ഞങ്ങൾ വെക്കട്ടെ സാർ? ഷൂട്ടിംഗ് സ്പോട്ടിലൊക്കെ ഞാൻ പോയിക്കോളാം. ആരാ ഹീറോ? സുരേഷ് ഗോപി. ഹീറോയിനാ? മനീഷ കൊലയാളിയാണെന്ന് തോന്നുന്നു. മനീഷ കൊലയാളി അല്ല സാർ, മനീഷ കൊരാള. വണ്ടി എടുക്ക്. അപ്പൊ ഉച്ചക്ക് വീട്ടിൽ പോയി ചോറിനെന്ന് ഭാര്യയോട് പറഞ്ഞു. ഷൂട്ടിംഗ് ഊണ് വർക്ക് എവിടെ പോയി? ഒന്നല്ല സാർ, അത്യാവശ്യമായിട്ട് എന്റെ അമ്മൂമ്മ മരിച്ചു. അല്ല, അമ്മൂമ്മ മരിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവൻ വീട്ടിലോട്ട് പോയി. മതി. ഇതെന്താണോ ഇതിലിറങ്ങുന്നത്? അതിലിറങ്ങി ലേറ്റ് ആകും. ഗുഡ് മോർണിംഗ്. തുളസി, സാറിന് ചായ കൊടുക്ക. നോ താങ്ക്സ്. നോ താങ്ക്സ്. തിരിച്ചു കൊടുത്തു. എന്താ ഇപ്പൊ ഇവിടുത്തെ സീക്രട്ട്? ഒരു ആക്ഷൻ പടവാ, ഒരു ബാങ്ക് റോബറി. ഞാനും ഡയറക്ടർ പ്രിയദർശൻ തമ്മിൽ വളരെ ക്ലോസ് ആണ്. ഓഹോ, സാറുടെ അഭിനേതാവെന്ന് കേട്ടിട്ടുണ്ട്. ചെറിയ പാട്ടില്ല. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് വന്നേ. സോറി സാർ, ഒരു മിനിറ്റ്. സാറേ, ഹീറോ സുരേഷ് ഗോപി, ഹീറോ മനീഷ കൊരാള. താനൊക്കെ എവിടുത്തെ മാനേജരാടൂ? സാറേ, എന്റെ കുഴപ്പം കൊണ്ടല്ല. പ്രശ്നം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. നേരത്തെ നോക്കട്ടെ. ഇനി എന്താ പ്രശ്നം? അല്ല സാർ, ഞങ്ങളുടെ ഇന്നത്തെ ചാറ്റിങ്ങിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ സീനുണ്ട്. ഓഹോ, ഞാൻ അഭിനയിക്കണോ? പറയാൻ പഠിക്കണ്ട. അയ്യോ, ഇതൊരു ചെറിയ സീനാണ്. സാറിനെ ഞാൻ സോങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. ഓഹോ, ഞാൻ സോങ്ങിലാണോ? അതല്ല സാർ പ്രശ്നം. ലൊക്കേഷനിൽ എത്തേണ്ട കോസ്റ്റ്യൂം വേണ്ടി ട്രാഫിക് ജാം പെട്ട് കിടക്കുകയാണ്. എന്താ, ഞാൻ വിളിച്ചു പറഞ്ഞോ? അതല്ല, ബാങ്കിന്റെ പെർമിഷൻ 1 മണിക്കൂറോടെ ഉള്ളൂ. അതുകൊണ്ട് സാറൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ യൂണിഫോം ഒന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. വേറൊരു 5 മിനിറ്റ് മതി. ഇപ്പൊ എവിടെന്നാ വന്ന് മാറുക? അതാ സാർ, അത് ഞങ്ങൾ കോസ്റ്റ്യൂം വെക്കുന്ന വീടാ. പഴനിസ്വാമി സാർ, എന്താണ് നോക്കിയിരിക്കുന്നേ? സാറിനെ വിളിച്ചോണ്ട് പോ. വാങ്ങ സാർ. ഇതൊക്കെ നേരത്തെ നോക്കണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഡയറക്ടറോട് ധൃതി പിടിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ എന്താ കൊടുക്കുക? ഇത് മതി. കൊള്ളാല്ലേ മാഡം? പുതുമുഖാണല്ലേ? ఏమి చెప్తున్నారండి? చెప్పండి. ഞാനിപ്പോ വരാണ്ടി. എന്താ ചിരിക്കുന്നത്? തുണിയിലാണ് പെട്ട. തുണിയില്ല, തുണിയില്ല, തുണിയില്ല. അണ്ടർവെയർ കൊണ്ട് മുഖം മറക്ക, അതിന്റെ ആളറിയും. എടാ മഹാദേവ, പുറത്തേക്ക് വാടാ. നിന്റെ കൂടെ കുടിച്ചാടാ എന്റെ ജോലി പോയത്. പുറത്തേക്ക് വാടാ. എടാ മഹാദേവ, അടിച്ചാൽ ചുരുട്ടിക്കളയൂ. എന്തെല്ലാം ഓഫറായിരിക്കും തന്നത്. സിനിമയില് പാട്ട് പാടിപ്പിക്കാൻ കള്ളൻ നുണയം പന്നി. വെറുതെ അല്ലടാ ആ തങ്കം പോലത്തെ നിന്റെ അമ്മായിയപ്പൻ നിന്നടിച്ച് പുറത്താക്കിയത്. നിനക്കറിയാമോടാ, ഞാൻ ഇന്ന് പട്ടിണിയാടാ. നേരം വെളുത്തിട്ട് വെള്ളം ഒഴിക്കാതെ 4 ലാർജ് അല്ലാതെ പച്ച വെള്ളം ഞാൻ കഴിച്ചിട്ടില്ലടാ. മഹാദേവ, എന്താടാ ഒന്നും മിണ്ടാത്തത്? നിന്റെ അമ്മാക്കിൽ എന്താണ് റബ്ബർ പാല് ഉരുക്കൊഴിച്ചേക്കണാടാ പന്നി. ശരിക്കട്ടി, ഇവിടെ എന്താ അദ്വൈതാശ്രമം തുടങ്ങാൻ പോണല്ലേ? എവിടെ കയറി ഒളിച്ചിരിക്കണ്ട മഹാദേവ? ജെയിംസ് ബോണ്ടിന്റെ കാസറ്റ് കണ്ട് പഠിക്കേണ്. കേസ് പിടിക്കാൻ അതൊക്കെ ആ പിള്ളേർക്ക് പറഞ്ഞാ പണിയാടോ. എടാ മഹാദേവ, എടാ മഹാദേവാന്ന് ഇപ്പൊ സസ്പെൻഷൻ ആയില്ലേ? ഇനി അതൊക്കെ മതി. ഞാൻ എന്നേ വീണു. ഇനി താൻ എന്നെ ഇരുത്താൻ നോക്കണ്ട. വെള്ളം വെച്ചാൽ പിടിച്ച് പുറത്തേക്കാക്കും. ഇനി എന്ത് പുറത്താവാൻ? ഇവിടെ എനിക്ക് വിശക്കണെന്ന് പറയണ്ടേ? വെള്ളം നിന്റെ മച്ചവൻ കൊണ്ടുവന്നു തരുമോ?
ദൈവം ഉണ്ടെന്ന് പറഞ്ഞു ഇതാടാ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒതുക്കി ആ CI മഹാദേവനെ. ഇപ്പൊ ചൊറിയും കുത്തിക്കൊണ്ട് വീട്ടിലിരിക്കും. അവന് എങ്ങനെയുണ്ട് വില കളക്ഷൻ? ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്റർ ഹൗസ് ഒറ്റയടിക്ക് 12 വേഴ്സല്ലേ ഇങ്ങനെ പോകുന്നത്. 12 വയസ്സ്. എനിക്ക് അറിഞ്ഞൂടെ നീ മിടുക്കനാണെന്ന്. ഈശ്വര. ഗോപി നിന്റെയോ? അമ്മനത് പൊട്ടിച്ചടിക്കും. ഞാനിന്ന് കോടീശ്വരനാ. അതെനിക്ക് അറിഞ്ഞൂടെ. 200 രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു. ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം. ദേ നോക്കിയേ, ലോക്കപ്പൊക്കെ ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അഗസ്റ്റിനായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് അവൻ വഞ്ചിനാട് എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട്. 2 സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റായിരിക്കില്ല. ഹലോ, എന്താണ് കുമ്പാരി? ഡിവൈസ്. സോറി സാർ, HC സൽകുന്നാണ് സാർ. സാർ, കരിമ്പുലിയോ? ഒരു ഫിലിം പുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളൂ. ഇപ്പതേ കരിമ്പുലി. കരിമ്പുലി, 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 കരിമ്പുലി. സാർ, ഡിവൈഎസ്പി. ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ചോട്ടാരാജനെയും കോഴിക്കോട് ആലുവ ബസാറിലിട്ട് ഒറ്റക്കണ്ണൻ നന്ദുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവഡി രാമിനെ അടിച്ച് ജീപ്പിൽ കയറ്റിയവരാണ് ഈ കരിമ്പുലി ആനനെ. സാർ, ഡിവൈഎസ്പി. എല്ലാ തീവ്രവാദികളെയും എണ്ണി എണ്ണി ലോഡ് കണക്കിന് നടക്കും ഞാൻ. ഈ കരിമ്പുലി റേഞ്ചിൽ ഒരു കരിയില പോലെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഞാൻ. ലോക്കപ്പിൽ എത്ര പ്രതികളുണ്ട്? 7 പേരുണ്ട്. ഇവിടുത്തെ കള്ളന്മാർ റവഡികളും പോക്കറ്റേടുകാരും തീർത്ഥാടനത്തിന് പോയോ? അവരെല്ലാരും തിരിച്ചു. തീവ്രവാദികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടണം. എന്റെ കൈകൾ ഇത് ആരിവിടെ കൊണ്ടുവച്ച? ഞാനല്ല സാർ. അല്ല സാറേ, അത് പിന്നെ സാർ, ഇതെന്താണോ? ഞാനാ. ഇതോ ചിത്രഭൂമി. വെള്ളി നക്ഷത്രം ഉണ്ട് സാർ. ഇതെന്താണോ? വായനശാലയിലെ പെട്ടിക്കണോ? സാർ, ഡിവൈഎസ്പി. ഇതെല്ലാം മഹാദേവ് സാറിന്റെ ഫയലുകളാണ്. CI മഹാദേവൻ. അവന്റെ നട്ടലൊടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ്. ഇനി അവന്റെ അവസാനമാ. എടാ മഹാദേവ, ഞാൻ എത്തിക്കഴിഞ്ഞു. നിന്റെ കാലൻ കരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ 100 അടി കടന്നിരിക്കും. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. എന്നോടല്ല. യെസ് സാർ. നമസ്കാരം സാർ. ആരാടോ? അയ്യോ, വലിയ അബ്കാരി കോൺട്രാക്ടറാ. കൊളപ്പുള്ളി കറിയാച്ച. ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ കൊളപ്പുള്ളി കറിയാച്ചനൊന്ന് ഫോൺ ചെയ്താൽ മതി. എന്താടോ? പോർനാ എണീക്കടോ. പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരാടാ. ഞാനിപ്പോ കൊണ്ടുവരാം. അപ്പൊ സാർ ഇതിന്റെ ആളാണല്ലേ? ഈ പീസ് ഏതാടോ? എന്റെ ഭാര്യ. എന്റെ ഭാര്യയോ? അല്ല, എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ വരികയായിരുന്നു. എന്താണ് നിന്റെ പേര്? ശോശാമ്മ. തനിക്കെങ്ങനെ അറിയാം? പരാതിയിലുണ്ടായിരുന്നു. എന്താ നിന്റെ പരിധി? അല്ല പരാതി. എന്റെ ഭർത്താവ് പോയി. എവിടെ പോയി? കടലിൽ പോയി. തട്ടിപ്പോയോ? അല്ല സാറേ, 2 ദിവസമായി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. മീൻ പിടിക്കാൻ പോയതാണല്ലേ? 2 ദിവസം കൂടി പച്ചക്കറി കഴിക്കൂ. പോയിക്കോ. എടാ, ഈ മഹാദേവനും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം എന്താന്ന് നിനക്കറിയാമോ? ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ പേജർ വാണിഭത്തെ കുറിച്ച് നിനക്കറിയാമോ? മഹാദേവന്റെ പേജർ ഉണ്ടോ? ഉണ്ടാകും. ഉണ്ടാവും ഉണ്ടാവും. ഇത് അവന്മാര് തന്നെയാ. മഹാദേവനും ദാസപ്പനും. ഇവന്മാര് നിന്നെ കിണറ്റിലിറങ്ങണേ. ചിലപ്പം വെള്ളം കുടിക്കാനായിരിക്കും. അല്ലെങ്കിൽ ജോലി പോയ വിഷമത്തെ ആത്മഹത്യ ചെയ്യാനായിരിക്കും. മുഖം മൂടിയിട്ട് ആരിൽ ആത്മഹത്യ ഇടൂ. ഇതൊന്നല്ല, ഇതൊരു അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ ഇറങ്ങിയാണ് അവൻ പല കേസുകളും തെളിയിക്കുന്നെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഇത് തന്നെ സന്ദർഭം. ഒന്നെങ്കിൽ അവൻ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു, അല്ലെങ്കിൽ ജോലി പോയ അപമാനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. രണ്ടിലേതായാലും നാളത്തെ സുപ്രഭാതം എന്റേതാണ്. ഏതോ മുഖംമൂടികൾ കിണറ്റിലിറങ്ങുന്നു.
തോക്കിട്ട് കയറിക്കോ. അനങ്ങിപ്പോരുതേ. സാധനം കളിച്ചില്ലട്ടോ. തൊപ്പി മാത്രമേ തെറിച്ചിട്ടുള്ളൂ ദാസപ്പ. മോനെ സോപ്പും തോർത്തും കൊണ്ടുവന്നുണ്ടോ കുളിപ്പിക്കാനായിട്ട്? കൊണ്ടുവന്നിട്ടുണ്ടാ? കേറി വാടാ.